കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവ ഗാനത്തിൽ പരസ്പര വിരുദ്ധ വിശദീകരണവുമായി ക്ഷേത്ര ഉപദേശക സമിതി. ഗാനമേള നടത്തിയത് കരക്കമ്മിറ്റി എന്നാണ് വിശദീകരണം. അലോഷി വിപ്ലവഗാനം പാടിയത് ആസ്വാദകരുടെ നിർബന്ധപ്രകാരമാണ്. എന്നാൽ ഗാനത്തിന് ചെങ്കൊടിയും അരിവാൾ ചുറ്റുകയും സ്ക്രീനിൽ എങ്ങനെ തെളിഞ്ഞു എന്നതിൽ വിശദീകരണമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അടുത്ത യോഗത്തിൽ നടപടി ഉണ്ടാകും. പ്രശാന്താണ് വിവരങ്ങളുമായി ഉള്ളത്. പ്രശാന്ത്, ഈ വാദം ദേവസ്വം ബോർഡിന് സ്വീകരിക്കാവുന്ന തൃപ്തികരമായ വാദമാണോ? കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിൽ വിപ്ലവഗാനം പാടി എന്നത് മാത്രമല്ല, അവിടെ രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിലാണ് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണറോട് ദേവസ്വം ബോർഡ് ഈ ക്ഷേത്രോപദേശ സമിതിയോട് വിശദീകരണം തേടാൻ ആവശ്യപ്പെട്ടത്. അതുപ്രകാരം കടയ്ക്കൽ ദേവീക്ഷേത്രത്തിലെ ഉപദേശക സമിതി ബോർഡിന് വിശദീകരണം നൽകി. അവർ വിശദീകരിക്കുന്നത്, ഞങ്ങൾക്ക് ഈ ഉത്സവ നടത്തിപ്പിൽ പങ്കില്ല, കരക്കമ്മിറ്റികളാണ് ഉത്സവം നടത്തുന്നത്. അപ്പോൾ ഗാനമേള, അലോഷിയുടെ ഗാനമേള നടത്തിയതും കരക്കമ്മിറ്റി എന്ന വിശദീകരണമാണ്. അങ്ങനെ പറയുമ്പോഴും അവർ പറയുന്ന വിശദീകരണത്തിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. അതായത് അലോഷിയുടെ അന്നത്തെ ഗാനമേളയിൽ 20ാമത്തെ പാട്ടായാണ് വിപ്ലവഗാനം പാടുന്നത്. 20ാമത്തെ പാട്ട് അത് അവിടുത്തെ കാഴ്ചക്കാരുടെ ആവശ്യപ്രകാരം അല്ലെങ്കിൽ ആസ്വാദകരുടെ ആവശ്യപ്രകാരമാണ് ആ ഗാനം പാടിയത് എന്നാണ്. അതായത് മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം ഉള്ള തിരക്കഥ പ്രകാരമല്ല എന്ന് പറയുമ്പോഴും അതിൽ വൈരുദ്ധ്യമുണ്ട്. കാരണം ഓരോ പാട്ട് അവിടെ പാടുമ്പോഴും പിന്നെ ബാക്ക്ഗ്രൗണ്ടിലുള്ള LED വാളിൽ അതുമായി അനുബന്ധമായിട്ടുള്ള ദൃശ്യങ്ങൾ പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നിരുന്നവരുടെ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ആസ്വാദകരുടെ ആവശ്യപ്രകാരമാണ് 20ാമത്തെ വിപ്ലവഗാനം പാടിയതെങ്കിൽ എങ്ങനെ ചെങ്കൊടിയും അരിവാൾ ചുറ്റികയെല്ലാം ആ LED സ്ക്രീനിൽ തെളിഞ്ഞു എന്നതാണ് ബോർഡിന് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. ഏതായാലും അതുകൊണ്ട് തന്നെ 25-ാം തീയതി 26-ാം തീയതിയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരുന്നുണ്ട്. അന്നത്തെ യോഗത്തിൽ ആക്ഷൻ ടേക്കൺ എന്തായാലും ഉണ്ടാകും, നടപടി ഉണ്ടാകും എന്നതാണ്. കാരണം 27-ാം തീയതി ഹൈക്കോടതിയിൽ ദേവസ്വം സെക്രട്ടറിയോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഇനിയിപ്പോൾ വിജിലൻസ് SP-യുടെ റിപ്പോർട്ട് ഈ വിഷയത്തിൽ അന്വേഷിച്ച് കിട്ടേണ്ടതുണ്ട്. അതും ഇതോടൊപ്പം തന്നെ ഉപദേശക സമിതി നൽകിയ വിശദീകരണം തൃപ്തികരമല്ല, അപ്പോൾ അതുകൂടി ചേർത്തുള്ള നടപടി എന്ത് സ്വീകരിച്ചു എന്ന വിശദീകരണമാകും സത്യവാങ്മൂലമായി ഹൈക്കോടതിയിൽ സമർപ്പിക്കുക. ഏതായാലും ഇതിൽ ഉപദേശക സമിതി നൽകിയിരിക്കുന്ന വിശദീകരണം ഒട്ടും തന്നെ തൃപ്തികരമല്ല. കാരണം ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു അജണ്ട അല്ലെങ്കിൽ ഒരു ആസൂത്രണം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം 20ാമത്തെ പാട്ട് അത് കാണികളുടെ ആവശ്യപ്രകാരമാണ് പാടിയെങ്കിൽ എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എങ്ങനെ ഈ അരിവാൾ ചുറ്റുകയും DYFI പതാകയൊക്കെ വന്നു എന്നുള്ളത് സ്വാഭാവികമായും വിശദീകരിക്കേണ്ടി വരും. ഇപ്പോൾ